ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്, എൻ്റെ പിൻവശത്ത് നോക്കിയാൽ കാണാം, വലിയ തോതിൽ ആൾക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവരിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു, എപ്പോഴാണ് പ്രവേശിപ്പിക്കുന്നത്, അകത്തേക്ക് വിടുന്നതെന്ന് ചോദിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ പ്രസ് ക്ലബിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വലിയ ക്യൂ ആയിരുന്നു. ആ സമയത്ത് രാവിലെ തന്നെ ആൾക്കാർ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ആ ഗേറ്റ് തുറക്കുന്ന പ്രവേശനം അനുവദിച്ചപ്പോൾ തന്നെ ഇരച്ചാണ് ആൾക്കാർ ഈ ഇതിനുള്ളിലേക്ക് കയറിയത്. അപ്പോൾ വലിയ ആവേശത്തിൽ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ആ പ്ലക്കാർഡൊക്കെ പിടിച്ച് ആൾക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിന്, ഇതിപ്പോൾ പല ലെയറായിട്ടാണ് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ VIP പാസ് ഉള്ളവരെയാണ് ഈ ഭാഗത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. അതിനപ്പുറം ഓരോ കാറ്റഗറി തിരിച്ചാണ് ഈ ഉള്ളിലേക്ക് വിട്ടിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണം കൂടെ ചോദിക്കാം. എന്തുണ്ട്? ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. എന്തായാലും 10 വർഷത്തിന് ശേഷം ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വരികയാണ്. അത് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വരുന്നതിനകത്ത് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഒരു സുഗമമായ രീതിയിലുള്ള സർക്കാരാണ്. എല്ലാം ജനകീയ മുഖമുള്ള മന്ത്രിമാരാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സർക്കാരായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തിരുവനന്തപുരം തന്നെയാണ്. ഞാൻ മൈനോറിറ്റി സെല്ലിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ. കോട്ടയം കൊല്ലം CMPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ CMPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. മകളെ എക്സിക്യൂട്ടീവിലുള്ളത്. എറണാകുളം പിറവത്തു നിന്ന്. ഞാൻ പത്തനംതിട്ട. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ മേഖലയിൽ നിന്നും ഉള്ളവർ ഒരൊറ്റ വരി എടുത്ത് നോക്കുമ്പോൾ തന്നെ എല്ലാ ജില്ലയിൽ നിന്നുമുള്ളവരുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഒരു അതെ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. ഏതായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് ഇരച്ചാണ് ആൾക്കാർ അകത്തേക്ക് കയറി വരുന്നത്. നമ്മൾ കാണാം, ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാരെ കയറ്റിവിട്ട് തുടങ്ങുമ്പോൾ ഓടി സീറ്റ് കിട്ടാനൊക്കെ വേണ്ടി ഓടി ആ ഭാഗത്തേക്ക്, ബിജു ആ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുന്നതാണ്. ആ കോറിഡോർ വഴി ആൾക്കാർ ഓടി വരുന്ന കണ്ടില്ലേ? ഭയങ്കര ആവേശം. ഓടിക്കൊണ്ടാണ് ആൾക്കാർ ഇതിനുള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പുറത്ത് വലിയ തോതിൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയം ആകെ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദി ആകെ സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി മിനുക്കുപണികളൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ കാണിച്ചതാണ് വേദിയൊക്കെ. ആ വേദിയിൽ എല്ലാ കാര്യങ്ങളും, ഗവർണർക്കിരിക്കാനുള്ള കസേര, അവിടെ ദേശീയ പതാക വെച്ചിരിക്കുന്നു. ഗവർണറുടെ സീറ്റിന്റെ 2 വശത്തായിട്ട് 21 കസേരകൾ മൊത്തം ഇട്ടിട്ടുണ്ട്. അതിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്നത്. ഗവർണർ ഇരിക്കുന്നതിന് തൊട്ടിപ്പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മൈക്കുമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, രാഹുൽ ഗാന്ധിയും മറ്റ് സ്റ്റേറ്റുകളുടെ മുഖ്യമന്ത്രിമാരുമൊക്കെ അതിന് തൊട്ട് താഴെയുള്ള ഇരിപ്പിടത്തിലാണ് ഇരിക്കേണ്ടത്. അതിന് പിന്നിലായിട്ടാണ് മറ്റ് VIP-കൾ, MLA-മാർ, ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ വരുന്നവരെല്ലാം ഒരു പരാതി പറയുന്നുണ്ട്. അത് സിറ്റി പോലീസിന്റെ ശ്രദ്ധയ്ക്കാണ്, സിറ്റി പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധയ്ക്കാണ്. വലിയ നിയന്ത്രണം, അതായത് നമുക്കറിയാം 10 വർഷത്തിന് ശേഷം ഉള്ള UDF സർക്കാർ വരികയാണ്. അതിൻ്റെ ആവേശം പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ അവരെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ പോയാൽ അത് വേറെ രീതിയിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ഗേറ്റിൽ വരുമ്പോൾ മറ്റേ ഗേറ്റിലേക്ക് പോകാൻ പറയുക, അങ്ങനെ അവരെ കുറെ ചുറ്റിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷമ കെടും. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോലീസ്. അത് ഇവിടെ നിന്നുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറി വന്ന പലരും പറയുന്നത് ഒരുപാട് വലഞ്ഞു ചുറ്റിച്ചു പോലീസ് എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് നേരെ പരാതി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ക്രമീകരണങ്ങൾ നല്ലതാണ്, സുരക്ഷ നല്ലതാണ്. പക്ഷേ പല ഭാഗത്തു നിന്ന്, പല ജില്ലയിൽ നിന്ന് രാത്രിയിലൊക്കെ മുഴുവൻ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വരുന്ന പ്രായമായവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരു ദയവായ്പ കാണിക്കണം എന്നുള്ളതാണ്. ഏതായാലും വലിയ സജ്ജീകരണങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്.